കമന്റ് ഇട്ട് ഒരു ഫേക്ക് ഐഡിനെ സൈബർ സെല്ലിൽ പോയി സ്വന്തം പരാതി കൊടുത്ത് കുടുക്കിയ ഒരു ചരിത്രം റെന ഫാത്തിമയ്ക്ക്. അങ്ങനത്തെ ഒരു ബോൾഡ് ഫിഗർ ആയിരുന്നു റെന ഫാത്തിമ എന്ന് പറയുന്നത്. PR വർക്ക് ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന കുറച്ച് ആൾക്കാരാണ് ആദില നൂറയൊക്കെ. വീക്കസ്റ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു കോണ്ടസ്റ്റന്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. റെന ഫാത്തിമ ഈ സീസൺ തുടങ്ങിയ സമയത്ത് തൊട്ട് എനിക്കൊരു 5 ദിവസമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് കളിക്കുന്നു എന്ന് ഫീൽ ചെയ്തൊരു കോണ്ടസ്റ്റന്റ് ആണ്. കാരണം കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ്, ഏറ്റവും ആക്റ്റീവാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു റെന ഫാത്തിമ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഭയങ്കര ആക്റ്റീവാണ്. ഇവിടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കമന്റ് ഇട്ട് ഒരു ഫേക്ക് ഐഡിനെ സൈബർ സെല്ലിൽ പോയി സ്വന്തം പരാതി കൊടുത്ത് കുടുക്കിയ ഒരു ചരിത്രം റെന ഫാത്തിമയ്ക്ക്. അങ്ങനത്തെ ഒരു ബോൾഡ് ഫിഗർ ആയിരുന്നു റെന ഫാത്തിമ എന്ന് പറയുന്നത്. റെന ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് ഭയങ്കര കരച്ചിൽ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അത് ചിലപ്പം മേ ബി എല്ലാവരും ഉണിയലടക്കമുള്ള ആളുകൾ ഈ ഏജ് കാർഡ് ഇറക്കി നമ്മുടെ കോൺഫിഡൻസിന് ഇനി ആരാ നിനക്ക് എത്ര പ്രായമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ആസ് എ ഗെയിമർ എനിക്ക് ആദ്യത്തെ ഒരു 5 ദിവസം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അതിങ്ങനെ ഡിപ്പ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അത് കറക്റ്റാണ്. ഡിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിനോട് ഞാനും വളരെയധികം യോജിക്കുന്നു. അത് എസ്പെഷ്യലി ഇന്നലത്തെ എപ്പിസോഡ്, വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും ആളൊരു പോയിന്റിൽ പൊട്ടി കരയുന്നുണ്ട്. അത് ഒരു പക്ഷേ ഇത്രയും ദിവസം കൂട്ടിവെച്ച ഒരു വിഷമമാണെന്ന് തോന്നുന്നു. ഏജ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ, ഏജ് കുഞ്ഞാണെന്ന് പറയുന്നതിൻ്റെ പേരിൽ മുൻഷി രഞ്ജിത്ത് സഹിതം ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കൺസിഡറബിളി പുള്ളിക്കാരി മെച്യൂറായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു കാറ്റഗറി, ഇപ്പം ജെൻസി കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി തന്നെ ശബ്ദം ഉയർത്തുന്ന ആൾക്കാരാണ്, വിച്ച് ഇസ് റിയലി നൈസ്. പിന്നെ എനിക്ക് ഇന്നലത്തെ ഇഷ്യൂവിൻ്റെ ആ തുടക്കം ഞാൻ എപ്പിസോഡാണ് കണ്ടത്. തുടക്കം എനിക്ക് ഫീൽ ചെയ്ത് പുള്ളിക്കാരി അങ്ങോട്ട് ചെന്നിട്ട് എന്തൊക്കെയോ പറയുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഇതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ പോയി സംസാരിച്ച് അപ്പം ശാരിക എടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ ഇത് കോണ്ടന്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അതെ എന്നാണ് പറഞ്ഞത്. ആ ധൈര്യം പിന്നീട് അങ്ങോട്ട് കണ്ടില്ല. അന്നേരം കോണ്ടന്റ് ആണ്, എൻ്റെ കോണ്ടന്റ് ഇതാണ്, ഞാൻ ചെയ്തോട്ടെ എന്ന് പറയുന്ന ധൈര്യം പുള്ളിക്കാരി ത്രൂ ഔട്ട് കാണിച്ചിരുന്നെങ്കിൽ ഒരു അപ്ലോസ് കിട്ടിയേനെ. പക്ഷെ അത് ഈ വാക്തർക്കം മുന്നോട്ട് പോകും തോറും പുള്ളിക്കാരിയുടെ കോൺഫിഡൻസ് പോയി. അത്രയും ദിവസം പിടിച്ചു വെച്ചിരുന്ന ആ വിഷമങ്ങൾ പൊട്ടി ഒഴുകി. അപ്പോൾ ആ കുട്ടി അങ്ങനെ വിഷമിക്കുന്നുണ്ടാവാം, അറിയില്ല. പുള്ളിക്കാരി നല്ലൊരു ബോൾഡ് ആൻഡ് സ്മാർട്ട് ഗെയിമർ ആണ്, പൊട്ടൻഷ്യൽ ഉണ്ട്. വരുന്ന ദിവസങ്ങളിൽ പുള്ളിക്കാരി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. നെക്സ്റ്റ് വീക്ക് റെന ഫാത്തിമ തിരിച്ചു വരും. ഇപ്പൊ ഷാരികന്റെ പേര് പറഞ്ഞോണ്ടേ, ഇപ്പൊ ഞാൻ സീസൺ തുടങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് കളിക്കും, കുറച്ച് എന്താ പറയാ അടി ബഹളമൊക്കെ കാണാന്ന് വിചാരിച്ചത് ശാരികയുടെ ഭാഗത്ത്. നമ്മൾ കണ്ടിട്ടുള്ള സോക്കോൾഡ് ശാരി അങ്ങനെയാണല്ലോ, ഹോട്ട് സീറ്റിൽ ആളുകളെ വിറപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആളുകളുടെ അഗ്രസീവ്നെസ്സിനോട് മുട്ടി നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ശാരികയുടെ കേസിൽ. അത് ശരിയാണ്. പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു കോണ്ടന്റ് അവിടെ വരുന്നില്ല. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒന്നും ശബ്ദം റേസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇതുവരെ വന്നിട്ടില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ പറയുന്നുണ്ട്, ഈവൻ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ബോൾഡാണ്, സ്മാർട്ടാണ്, പറയാനുള്ള സ്റ്റാൻഡേർഡ് ധൈര്യമുണ്ട്. പക്ഷേ ഒരു ഇഷ്യൂ, പുള്ളിക്കാരിക്ക് നേരെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യും, എത്രത്തോളം എക്സ്പോസ്ഡ് ആവും, ട്രിഗേർഡ് ആവും നമുക്കറിയില്ല. കാരണം ഓൾറെഡി ഹോട്ട് സീറ്റിൽ ട്രിഗേർഡ് ആയിട്ടുള്ള ശാരികയാണ് നമ്മൾ കാണുന്നത്, പ്രൊവോക്ക് ചെയ്യുന്ന, തിരിച്ചുത്തരം പറയുന്ന. അപ്പം ഓൾറെഡി പുള്ളിക്കാരിയുടെ ഹോട്ട് സീറ്റിലെ അതേ ഇത് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഐ മീൻ ആ ഒരു നേച്ചർ അത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ആ പ്രൊവോക്കേഷൻ അവിടെ വരുന്നില്ല. ആദില നൂറ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു നൂറ ആർമിയൊക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. നൂറയ്ക്ക് ഒരു ഭയങ്കര ഫാൻ ബേസ് പയ്യന്മാരുടെ ഇടയിൽ. ഈ പറഞ്ഞതുപോലെ PR വർക്ക് ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന കുറച്ച് ആൾക്കാരാണ് ആദില നൂറയൊക്കെ. കാരണം പുറത്ത് അവരുടെ വീഡിയോസിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കോമന്റ്സ്, അച്ഛനെയും വിട്ടാണുള്ളവർ, അങ്ങനെ പേഴ്സണലി അവരെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കോമന്റ്സ് വന്നു. പഴയ ഫോട്ടോ ഒക്കെ മറ്റേ പർദ്ദയിട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ കുത്തിപ്പൊക്കിയിട്ട് ഉള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ അവർക്ക് കമ്പാരിറ്റീവ്ലി നെഗറ്റീവ്സ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം അത് ജെനുവിൻ ആയിട്ടുള്ള കമന്റ്സ് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോൾഡ് കപ്പിളിനെ ബിഗ് ബോസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ അത്രയും അതൊരു ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബോൾഡ് ആയിട്ട് ഇന്നത്തെ കാലത്ത് അത് വലിയ സംഭവമൊന്നുമല്ല. മലയാളികൾക്കിടയിലേക്ക് ഇവർ ഷോക്കേസ് ചെയ്യാണല്ലോ രണ്ടുപേരെ. അതൊരു അടിപൊളി പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എക്സാക്ട്ലി. പിന്നെ ഇതുവരെ അവരുടെ സ്വീറ്റ് സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടാവാം ഇതുവരെ അവർക്ക് അങ്ങനെ പ്രൊവോക്ഡ് ആവേണ്ടതായിട്ടോ ഒരുപാട് വോയിസ് റേസ് ചെയ്ത് വഴക്കുണ്ടാക്കുന്നതായിട്ടോ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ അവർ തമ്മിലാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ സംസാരങ്ങളും അത് ഫിക്സിങ്ങും ഒക്കെയാണ്. ഇപ്പം അത് നമ്മൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അനാലിസിസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല സ്വീറ്റ് ആയിട്ട് തന്നെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ അവർ നമുക്ക് എന്താണ് അവർ ഏത് രീതിയിലാണ് അവർ ഗെയിം പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് പോയി അവിടെ എവിടെയൊക്കെ പോയി ഇച്ചിരി കടുക പൊട്ടിച്ചു കൊടുക്കുന്ന ഒരു ഇതിലാണ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ല
ടാക്ടിക്കൽ ഗെയിമേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാൾ ബിന്നിയാന്ന് തോന്നുന്നു അല്ലേ? അതെ, ബിന്നിയുടെ ടാക്ടിക്സ് എത്രത്തോളം എങ്ങനെയാണ് പുള്ളിക്കാരി പ്ലാൻ ചെയ്തേക്കുന്നത് ഇതുവരെ നമുക്ക് അറിയത്തില്ല. പക്ഷെ ബിന്നി ഒരു പെർഫെക്ഷനിസ്റ്റ് ആണോ അല്ലെ ഒരു സ്കൂളിലൊക്കെ പഠിപ്പിച്ചെന്ന് പറയത്തില്ലേ, ആ ടൈപ്പാണ്. എല്ലാ റൂൾസും ഫോളോ ചെയ്ത് പുള്ളിക്കാരുടെ ഒരു രീതിയുണ്ട്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലാണ് ഇതുവരെ പോകുന്നത്. പിന്നെ എനിക്ക് നല്ല മൊമെന്റ്സിനകത്ത് ഒരെണ്ണം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ശൈത്യനെ ആ ഹോട്ട് സ്പോട്ടിലേക്ക് കട്ടിലെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പാനിയാന്ന് തോന്നുന്നു, അപ്പാനിയും ബിന്നിയും പിന്നെ മറ്റൊരാളോടാണ് എടുക്കുന്നത്. അപ്പോൾ എടുത്ത് പോകുന്ന വഴിക്ക് ലാസ്റ്റ് മൊമെന്റിൽ ശൈത്യം ഇവിടെ എഴുന്നേൽക്കുന്നുണ്ട്. അത്രയും ടയേർഡായിട്ട് കിടന്ന് ഉറങ്ങിയ ഒരാൾ പെട്ടെന്ന് പേടിച്ച് ആണ് എണീറ്റ് വന്ന ഒരാളെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഒരു ബിന്നിയെ നമുക്ക് അവിടെ കാണാം. അപ്പൊ ബിന്നി മത്സരം മറന്നു പോകുന്ന ഒരു മൊമെന്റ്. അതെ, ആ ഒരു സംഭവം ബിന്നി ചെയ്യുന്നുണ്ട്. ബിന്നിയുടെ ഗെയിം ഫെയർ ആണെന്ന് തോന്നിപ്പിക്കുന്നതാണ് അതൊക്കെ. പിന്നെ അതുപോലെ ബിന്നിയുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അഗൈൻ സ്ട്രാറ്റജീസ് എന്താണെന്ന് വെളിവാക്കുന്ന രീതിയിൽ ബിന്നിയിൽ കോൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ ഒന്നും നമുക്ക് കാണുന്നില്ല. പിന്നീട് ഗെയിം എന്താണോ അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്നു. അടിപൊളി എന്നാട്ടോ എന്റെ പേഴ്സണൽ അഭിപ്രായം. അടിപൊളി എന്ന് തന്നെയാണ്. പക്ഷെ അഗൈൻ പുള്ളിക്കാരി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് സൈലന്റ് ആയിരുന്നു. പിന്നെ ആ ഒരു കട്ടിലിന്റെ ടാസ്ക് വന്ന സമയത്ത് പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് പറഞ്ഞ് അത് പുറത്ത് പോയ സമയത്ത് കുറച്ച് എന്താ പറയാ ഫെയർ ആയിട്ട് എല്ലാവരുടെയും കൂടെ നിന്ന് കളിക്കുന്ന ഒരു ആർ ജെ ബിൻസിയെ നമുക്ക് കാണാം. ഷാനവാസ് എഡി എന്ന് വിളിച്ച സമയത്ത് എഡി ബോഡി ഒന്നും വിളിക്കരുത്, ആർ ജെ ബിൻസിയാണ് അങ്ങനെ വിളിക്കണം എന്ന് പറയുന്നുണ്ട്. അത് പക്ഷെ പിന്നെ കോമഡിയായി. കാരണം പുള്ളിക്കാരി ഒന്ന് തിരിച്ച് എടാപോടാന്നല്ല എടോ താൻ എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയുള്ള ഹീറോയിക് മൊമെന്റ്സ് തരാൻ പറ്റുന്ന, സംസാരിക്കാൻ നേർക്ക് നേരെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ബിൻസി. പിന്നെ ബിൻസിക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബിൻസി അവിടെ ഉള്ള ഒരാളെയും പൂർണ്ണമായിട്ട് അങ്ങ് നമ്പിയിട്ടില്ല. അതാണ് അവിടെ വേണ്ട ഒരു ക്വാളിറ്റി. ആ ക്വാളിറ്റി ബിൻസിയിലുണ്ട്. അത് നമുക്ക് ഒബ്വിയസ് ആവുന്നത് അക്ബറും ഷൈത്തയും ബിൻസിയും കൂടെയുള്ള കോൺവെർസേഷൻ ഉണ്ട്. വേറെ അക്ബർ വന്നിട്ട് ഷാനവാസിന്റെ കുറെ കുറ്റങ്ങൾ ഇവരോട് പറയുന്ന സമയത്ത്, ഗെയിം പ്ലാൻസ് പറയുന്ന സമയത്ത് ബിൻസി ശൈത്യക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ആ പോയ മുതലിനെ അത്രയ്ക്ക് നമ്പരുത് എന്നുള്ള രീതിയിൽ. അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ അഗൈൻ ഇനിയും വരാനിരിക്കുന്നു, പുറത്തേക്ക് വരാനുണ്ട്. ഇന്നലെ നെവിനും ബിൻസിയും തമ്മിലുള്ള ആദ്യം ഒരു ലവ് ട്രാക്ക് ആണെന്ന് സംശയിപ്പിക്കുന്ന രീതി വന്നെങ്കിലും പിന്നെ അതൊരു ഫൈറ്റ് ആയി മാറി. എല്ലാ സീസണിലും പോലെ ലവ് ട്രാക്ക് വർക്ക്ഔട്ട് ആവുകയാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. നോക്കാം നമുക്ക്. മുൻഷി രഞ്ജിത്ത്, അഭിശ്രീ, കലാഭവൻ സരിക, ശൈത്യനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ അറിയില്ല, വീക്കസ്റ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു കോണ്ടസ്റ്റന്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ഓരോ പ്രാവശ്യം നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഇവർ കോൺഫിഡൻസ് താഴെ പോകുന്നു, മുഖം മാറുന്നു എന്നുള്ളത്. ഒരിക്കലും ഇതിൻ്റെ ഈ ഷോയുടെ ഒരു സ്വഭാവം പഠിച്ചു വന്ന ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. വീക്കസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയണത് അവർ ഇതിന്റെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടില്ല എന്ന് ഇപ്പോഴും എനിക്കിപ്പോഴും തോന്നുന്നത്. വീക്കസ്റ്റ് എന്ന് പറയാമെങ്കിൽ വീക്കസ്റ്റ് കോണ്ടസ്റ്റന്റ് തന്നെയാണ്. കാരണം മുൻഷി രഞ്ജിത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പുള്ളി അത്രയും ഡൗൺ ആയിട്ടില്ല. ഈ പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആയിട്ടായിരിക്കുന്നത്. ഇപ്പം എനിക്ക് ആരെയും വിശ്വാസമില്ല എന്നുള്ള മട്ടിലേക്കായി ഒറ്റ തവണ കുറച്ച് നോമിനേഷൻസ് കൂടുതൽ കിട്ടി എന്നുള്ള ഒരു കാരണം കൊണ്ട്. വേറെ എനിക്ക് തോന്നിയത് ഇപ്പം അന്ന് ഡാസ്ലർ പ്രൊഡക്റ്റുകളൊക്കെ ഇവരൊക്കെ എടുത്ത് യൂസ് ചെയ്ത സമയത്ത് യൂസ് ചെയ്ത ആളുകളൊക്കെ സംബന്ധിച്ചിട്ടും ശൈത്യം അവിടെയാണ് ഇതിന്റെ ഒരു നെഗറ്റിവിറ്റിന്റെ സ്റ്റാർട്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറയുകയും പക്ഷേ പുള്ളിക്കാരി അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും കണ്ടു. എല്ലാവരും പറഞ്ഞായിരുന്നു, അതുവരെ പറഞ്ഞു, ആ എക്സ്റ്റെന്റ് വരെ പോയി. അപ്പൊ ആ ഒരു ഫേക്ക് ഫേസ് ആദ്യമേ താഴെ പോയതും അത് കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള ഇപ്പം അഭിശ്രീ കുറച്ച് സെൻസിറ്റീവ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഓരോ കാര്യത്തെയും, ഇമോഷണലും പേഴ്സണലും ആയിട്ട് എടുക്കുന്നു, ആർഗ്യൂ ചെയ്യുന്നു, തർക്കിക്കുന്നു. എന്നാൽ വേറൊരാൾ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ സെലക്ട് ആയത്. ലിസണിംഗ് സ്കിൽ ഉണ്ട് ആ ഒരു ഇതാണ്. പിന്നെ സരികയുടെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നേരത്തെ രേണുവിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ സരിക നല്ലതായിട്ട് പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷെ ആസ് എ ഗെയിമർ സരിക കിച്ചണിൽ മാത്രം ഒതുങ്ങി പോകുന്നതായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ചൊന്നും പരാമർശങ്ങൾ എനിക്ക് സരികയെ പറ്റിയില്ല, കയറി വന്നിട്ടില്ല. പിന്നെയുള്ള ഒണിയലും ഈ പറഞ്ഞ നെവിൻ അവിടെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. കള്ളത്തരം കാണിക്കുന്നു, എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നെവിൻ കുറെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം ആളുകൾക്ക് അത് കണക്ട് ആവുന്നുണ്ടെന്ന് അറിയില്ല. എന്റർടൈനർ എന്നുള്ള രീതിയിൽ പുള്ളി സക്സസ്ഫുൾ ആണ്.
പക്ഷെ ഗെയിമർ എന്നുള്ള രീതിയിലേക്ക് വളർന്നിട്ടില്ല. ഡ്രസ്സ് ഇപ്പൊ കിട്ടിയ സമയത്ത് പുള്ളി കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്നതായിട്ട് തോന്നി. ഇന്നലെ RJ ബെൻസി ആയിട്ടുള്ളൊരു ഫൈറ്റിൽ വേറൊരു നെവിനെ കണ്ടത്. പിന്നെ ഉണിയലിനെ കുറിച്ച് എനിക്കിപ്പം ഉണിയൽ ഈ റെന ഫാത്തിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ഏജ് ഡിസ്ക്രിമിനേഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഉണിയലിനെ കുറിച്ചും എനിക്ക് ഒരു ഓക്കെ അങ്ങനെയുള്ള ഒരു ഓളവും ബഹളവും ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഉണിയലിന് എനിക്ക് ഒരു പോയിന്റിൽ നല്ലത് തോന്നിയത് ആര്യനോട് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ആര്യൻ, നീ നിന്റെ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞിട്ട് വൃത്തിയായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് നല്ല ഒരു ബുദ്ധിപൂർവ്വം കളിച്ച് അല്ലെങ്കിൽ ബുദ്ധിയോടെ ഒബ്സർവ് ചെയ്ത ഒരു ഒബ്സർവറിനെയാണ് ഞാൻ അവിടെ കണ്ടത്. ഇപ്പോൾ കണ്ടസ്റ്റന്റിന്റെ ഒക്കെ ലിസ്റ്റ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഈ പോപ്പുലാരിറ്റി നോക്കുകയാണെങ്കിൽ അതിലൊട്ടും പുറകിലല്ലാത്ത ഒരാളായിരുന്നു അനുമോള്. അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അനുമോളുടെ ഒരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഷോയ്ക്ക് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് വെച്ചാൽ അനുമോളൊരു ആദ്യം തൊട്ടേ ഒരു തൊട്ടാപാടി മൈൻഡ് സെറ്റാണ്, എന്തു വന്നാലും കരയുക എന്നുള്ള രീതിയിലേക്ക്. അനുമോളുടെ ഒരു പെർഫോമൻസിന് ജോലി എങ്ങനെയാണ് കാണുന്നത്? ഇത് തന്നെ കരച്ചിൽ തന്നെയാണ്. പുള്ളിക്കാരി കരയത്തില്ല, കരച്ചിൽ കാർഡ് ഇറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ കരഞ്ഞ അനുമോള് തന്നെയാണ്. ഇന്നലെ കരച്ചിൽ കാർഡ് ഇറക്കിയിട്ടുള്ള അതെ, എങ്ങനെയല്ലേ ഒരു പെണ്ണല്ലേ, ഞാൻ എന്നോട് ഇങ്ങനെ പറയാവോ എന്നൊക്കെയുള്ള രീതിയിൽ ഇന്നലെയും വഴക്കുണ്ടാക്കുന്നത് കേട്ടു. ആര്യൻ എന്തോ വിരൽ കാണിച്ചു അതെ എന്നുള്ള രീതിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെ, അത് വേറൊരു കാര്യം, അത് കറക്റ്റ് ആണ്. പക്ഷെ അനുമോൾ റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു സീരിയൽ നടി അല്ലെങ്കിൽ ഒരു സീരിയൽ ലൈഫിൽ ഒരു കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ തന്നെയാണ്. പക്ഷെ അതേസമയം അനുമോള് സംസാരിക്കുന്ന സമയത്ത് നല്ല നല്ല പോയിന്റ്സ് പറയുന്നുണ്ട്. അനുമോൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. അനുമോൾ ഈ ഒരു ട്രാക്ക് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അനുമോൾക്കും മുന്നിലേക്ക് നല്ലോണം വരാം. എന്റർടൈനിങ്ങിൽ അനുമോള്, കോണ്ടന്റ് ക്രിയേഷൻ അനുമോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ സ്പേസ് അനുമോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. സ്റ്റാർ മാജിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഗുണം കിട്ടാതിരിക്കില്ല, ആ ഒരു ബുദ്ധിയുണ്ട് ഡെഫിനറ്റ്ലി. സോ നമ്മുടെ ഒരു വീക്ക്ലി റൗണ്ട് അപ്പ് ഏകദേശം നമ്മൾ എല്ലാവരെയും കവർ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ലാലേട്ടൻ വരുന്നു, ഇന്ന് നാളെ ലാലേട്ടൻ ഉണ്ട്. ഇനി പുതിയ എന്തൊക്കെ പരിപാടികളാണ് ബിഗ് ബോസ് കാത്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടറിയാം. കണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, കാരണം ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നത് ഷാനവാസ് ക്യാപ്റ്റൻ ആവുന്നു എന്നുള്ളൊരു പോയിന്റ്, അനീഷിന് എങ്ങനെ പണി കിട്ടാൻ പോകുന്നു എന്നുള്ള പോയിന്റും അനീഷ് അതിനെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരിപാടികൾ. അതെ, അത് നമുക്ക് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുവരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ പുറത്തു വരുമോ എന്ന് കാണാം. ആരാണ് ഈ വീക്കിൽ ഔട്ട് ആവുന്നത്? എന്ത് തോന്നുന്നു, ആരായിരിക്കും ഈ വീക്കിൽ ഔട്ട് ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ യോഗ്യനായിട്ടുള്ള ആൾ? എനിക്ക് ഇതുവരെയുള്ള ഈ ഒരു അനാലിസിസ് ശൈത്യക്ക് ഒരു ഔട്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ശൈത്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ള വീക്കസ്റ്റ്. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ശൈത്യമാണ് ഒരു പെർഫോമർ എന്ന നിലയിൽ വീക്കായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ജുവലിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഒട്ടും കണ്ടിന്യൂ ചെയ്യാൻ ഡിസേർവ് ചെയ്യുന്നില്ലാത്തത് ശൈത്യ, ഒന്നുകിൽ ശൈത്യ അല്ലെങ്കിൽ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണ്. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ മനസ്സിൽ വരുന്ന. മുൻഷിയും കറക്റ്റാണ്. പിന്നെ രണ്ടുപേരും തന്നെയാണ് നമ്മുടെ ഈ ഒരാഴ്ചത്തെ ഒരു പെർഫോമൻസ് വെച്ച് നമ്മൾ വിലയിരുത്തുന്നത്. ആരും ആവാം കേട്ടോ, ബിഗ് ബോസ് എന്താണ് മനസ്സിൽ കാണുന്നത് നമുക്കറിയില്ല, പ്രേക്ഷകർ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. ഒന്നേ പറയാനുള്ളൂ, നിഷ്പക്ഷമായ രീതിയിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വോട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ കോമന്റ്സിലായാലും നിങ്ങൾ കോമന്റ്സ് ഇട്ടോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ തെറിവിളികൾ അവരുടെ വീട്ടിലിരിക്കുന്നവരെ വരെ പറയുന്ന രീതിയിലേക്ക് ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതിരിക്കുക, ഫാമിലിനെ ഒന്നും ഇതിൽ വലിച്ചിഴക്കാതിരിക്കുക എന്നുള്ളതാണ് ആസ് എ പ്രേക്ഷകർ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ വീക്ക്ലി വൈൻഡപ്പ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് വീക്ക് അടുത്തൊരാഴ്ചത്തെ മൊത്തം ഹൈലൈറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരും. താങ്ക് യു.